സ്വപ്നങ്ങൾ കാണുന്നവരും ലക്ഷ്യങ്ങൾ നേടുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒരു ശീലം മാത്രമാണ്. അതെന്താണെന്ന് അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്ന ശീലത്തെക്കുറിച്ചാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, പണം സമ്പാദിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കും. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചു കളയും. ഇതിന് കാരണം നമ്മളിൽ പലർക്കും ഡിസിപ്ലിൻ ഇല്ല എന്നതാണ്. കഴിവല്ല, കൺട്രോളും കൺസിസ്റ്റൻസിയുമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രധാനം. സമയവും ശീലങ്ങളും ജീവിതവും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അച്ചടക്കം എന്നാൽ എന്താണെന്ന് പലരും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഹാർഡായിട്ടുള്ള ജീവിതം നയിക്കുക, സന്തോഷമില്ലാതെ ജീവിക്കുക എന്നതൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന് പലരും കരുതുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. അച്ചടക്കം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഓരോ നിമിഷവും നിയന്ത്രിക്കുക എന്നതല്ല, ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക എന്നതാണ് അച്ചടക്കം. നമ്മുടെ പേശികളെ പോലെയാണ് ഡിസിപ്ലിൻ. നിങ്ങൾ അവയെ സ്ഥിരമായി പരിശീലിപ്പിച്ചാൽ അവ സ്ട്രോങ് ആകും. അവഗണിച്ചു കളഞ്ഞാൽ അവ ദുർബലമാകും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ടതുണ്ട്. അച്ചടക്കം ശിക്ഷയല്ലാതെ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കണം. കൂടുതൽ അച്ചടക്കമുള്ളവരാകാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തുടക്കത്തിലെ തന്നെ വലിയ ലക്ഷ്യങ്ങൾ വെക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, വ്യായാമം ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടൻ തന്നെ ദിവസവും 1 മണിക്കൂർ എന്ന് ലക്ഷ്യം വെക്കരുത്. പകരം 10 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. അതൊരു ശീലമായി മാറുമ്പോൾ പതിയെ സമയം കൂട്ടുക. ഈ രീതി കൂടുതൽ ഫലപ്രദമായിരിക്കും. കാരണം ചെറിയ വിജയങ്ങൾ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകും. ആ സന്തോഷം സ്ഥിരത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ദിവസവും ചെറിയ ചുവടുകൾ വെക്കുന്നത് കാലക്രമേണ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ശക്തമായ ഒരു കാരണം ഇല്ലെങ്കിൽ ഈ അച്ചടക്കം പെട്ടെന്നില്ലാതാകും. അതിനായി നിങ്ങൾ സ്വയം ചോദിക്കുകയാണ് വേണ്ടത്. എന്തിനാണ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്? എന്തിനാണ് ഞാൻ പണം സമ്പാദിക്കുന്നത്? എന്തിനാണ് നന്നായി പഠിക്കുന്നത്? ഇതിനൊക്കെയുള്ള നിങ്ങളുടെ കാരണം വ്യക്തമായിരിക്കണം. കുടുംബത്തിന് മെച്ചപ്പെട്ട ജീവിതം നൽകുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിസിപ്ലിൻ നിലനിർത്തുന്നത് അർത്ഥവത്തായി തോന്നും. ഈ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ദിവസവും കാണാൻ കഴിയുന്ന ഒരിടത്ത് എഴുതി വെക്കുക. നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പറിലോ കണ്ണാടിയിൽ ഒട്ടിച്ച സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലോ ഒക്കെ ഇത് എഴുതി വെക്കാം. ഹാർഡ് ഡേയ്സ് എല്ലാവർക്കും ഉണ്ടാകും. ഇത്തരം ദിവസങ്ങളിൽ ഈ എഴുത്തുകൾ നിങ്ങളുടെ ഫ്യുവലായി പ്രവർത്തിക്കും. നിങ്ങളുടെ ലക്ഷ്യം ഫിറ്റ് ആകണമെന്നതാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് 20 മിനിറ്റ് നടക്കും എന്ന ശീലം ഉണ്ടാക്കുക. നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും രാത്രി ഭക്ഷണശേഷം 30 മിനിറ്റ് പഠനത്തിനായി മാറ്റിവെക്കും എന്ന് മനസ്സിനെ പറഞ്ഞു ശീലിപ്പിക്കുക. ഇങ്ങനെ സ്ഥിരമായ ശീലങ്ങൾ പിന്തുടരുന്നത് നിങ്ങളുടെ തലച്ചോറിനെ യാന്ത്രികമായി പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കും. അങ്ങനെ ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറും. ഡിസിപ്ലിൻ എന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതും കൂടിയാണെന്ന് ഓർക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ നിരന്തരമായി മോശം കാര്യങ്ങൾക്ക് പ്രലോഭിപ്പിക്കുന്നതാണെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശരിയായി ക്രമീകരിച്ച് ഡിസിപ്ലിൻഡ് ആവുക. അതുപോലെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ മാറ്റിവെക്കുക. ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ജങ്ക് ഫുഡ് ഒഴിവാക്കുകയും ചെയ്യുക. പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ വൃത്തിയുള്ളതും ശ്രദ്ധ മാറ്റാത്തതുമായ സ്ഥലങ്ങൾ കണ്ടെത്തുക. അതുപോലെ മോട്ടിവേഷൻ എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് അധിക നേരം നീണ്ടു നിൽക്കില്ല എന്നതാണ് പ്രശ്നം. മോട്ടിവേഷൻ അവസാനിക്കുന്നിടത്താണ് ഡിസിപ്ലിൻ ആരംഭിക്കുന്നത്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മടിയോ മോട്ടിവേഷൻ ഇല്ലായ്മയോ ഒക്കെ തോന്നാം. ഇത് വളരെ സാധാരണമാണ്. അച്ചടക്കമുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ പ്രവർത്തിക്കുന്നു എന്നതാണ്. ചെറിയ ആദ്യ ചൂടുകൾ എടുക്കുന്നത് തന്നെ മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കും. നിങ്ങളുടെ ശീലങ്ങൾ ട്രാക്ക് ചെയ്യുന്നതും നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒരു ലളിതമായ നോട്ട് ബുക്ക്, കലണ്ടർ അല്ലെങ്കിൽ ഹാബിറ്റ് ട്രാക്ക് ചെയ്യുന്ന ആപ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാം. ഇതിൽ ഓരോ ദിവസവും പൂർത്തിയാക്കിയ ജോലികൾ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കും. ഇതൊരു നല്ല ഫീഡ്ബാക്ക് ലൂപ്പ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ തലച്ചോറ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശീലം ഗുണം ചെയ്യും. ജീവിതത്തിൽ നിങ്ങളെ മികച്ചതാക്കി തുടരാൻ ആവശ്യമായ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.